സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ ഇലവിഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 2. ചാച്ചൻ്റെ ചെവി സമ്മതിച്ചു തന്നിരിക്കുന്നു. കേൾവിശക്തി കുറവാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു അല്ലേ? ജയൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. ഇതിലും വലിയ അബദ്ധം വല്ലതും പറഞ്ഞിട്ടുണ്ടോടെ? കുഞ്ഞുമോൻ ചോദിച്ചു. അടുക്കളയിലേക്ക് പോയ കുഞ്ഞമ്മ തിരിച്ചു വന്നു. അത്താഴം വിളമ്പി. എല്ലാവരും എഴുന്നേറ്റ് കൈ കഴുകി വാ. ജിമ്മിച്ചൻ ആദ്യം എഴുന്നേറ്റു. അവൻ കൈ കഴുകി ഊണുമുറിയിൽ സ്ഥലം പിടിച്ചു. പരിസരത്തെല്ലാം ഷീബയെ തേടി ഉടറുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ. അവളെവിടെ? ഇപ്പോഴും മാറിപ്പോയിരുന്ന് കരയുകയാണോ? ഒരു വല്ലായ്മ. കൊച്ചേട്ടൻ്റെ തമാശ കുറച്ച് കടുത്തുപോയില്ലേ? മറ്റുള്ളവരും അത്താഴം കഴിക്കാനിരുന്നു. ലിൻസിയും കുഞ്ഞമ്മയും കൂടിയാണ് വിളമ്പിയത്. ഷീബയെ അവിടെ എങ്ങും കണ്ടില്ല. ചോറ് കുഴച്ച് ഉരുളയാക്കുന്നതിനിടയിൽ ജിമ്മിച്ചൻ കുഞ്ഞമ്മയോട് ചോദിച്ചു. ഒരാളെ കൂടി കാണാനുണ്ടല്ലോ. എവിടെ ഷീബ? അതപ്പുറത്ത് പിണങ്ങിയിരിപ്പുണ്ട്. കുഞ്ഞമ്മ ഭർത്താവിനെ കുറ്റപ്പെടുത്തും വിധം നോക്കി. പിണങ്ങിയിരിക്കുന്നെന്നോ? അത് ചീത്ത സ്വഭാവമാണല്ലോ. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ജിമ്മിച്ചൻ എഴുന്നേറ്റു. ഊണുമുറിക്ക് പിന്നിലുള്ള മുറിയിലേക്ക് കുഞ്ഞമ്മ ആംഗ്യം കാട്ടി. ജിമ്മിച്ചൻ ചെല്ലുമ്പോൾ ഷീബ മേശമേൽ തല കുമ്പിട്ട് കട്ടിലിൽ ഇരിക്കുകയാണ്. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. ജിമ്മിച്ചനെ കണ്ട് അവൾ പരിഭ്രമിച്ചെഴുന്നേറ്റു. ഷീബേ, എന്താ ഇത്? വലിയ കാരണവരെ പോലെ അധികാര സ്വരത്തിൽ ജിമ്മിച്ചൻ ചോദിച്ചു. ഞങ്ങൾ 100-400 മൈൽ അകലെ വയനാട്ടിൽ നിന്ന് വന്നതാ ഇവിടെ. വീട്ടിലെ അതിഥികൾ വന്ന പെൺകുട്ടികൾ ഓരോ നിസാര കാര്യത്തിന് പിണങ്ങി മാറിയിരിക്കുക. കാണാൻ സൗന്ദര്യമുണ്ടായാൽ മാത്രം പോരാ, പെരുമാറ്റത്തിലും വേണം സൗന്ദര്യം. വാ, അങ്ങോട്ട് വന്ന് എല്ലാവരുടെയും കൂടെ സഹകരിക്ക്. ഞാൻ വന്നോളാം. അവൾ പുറം കൈകൊണ്ട് കണ്ണു തുടച്ചു. ജിമ്മിച്ചൻ തിരിച്ച് ഊണുമുറിയിലെത്തി. എന്തായി എന്ന് കുഞ്ഞമ്മ ആംഗ്യത്തിൽ ചോദിച്ചു. ജിമ്മിച്ചൻ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. ഷീബ മുഖം കഴുകി അടുക്കളയിലേക്ക് കടന്നു. വിളിക്കേണ്ടവർ വിളിച്ച കൊച്ചേട്ടൻ ഒരു കമൻറ്റ് പാസ്സാക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞമ്മ ആംഗ്യം കാട്ടി തടഞ്ഞു. വരേണ്ടവർ വരും. കൊച്ചേട്ടൻ സ്വരം താഴ്ത്തി പൂരിപ്പിച്ചു. ദൈവം തമ്പുരാനെ ഓർത്ത് അവളെ കളിയാക്കല്ലേ. ഒന്നാമത്തെ തൊട്ടാവാടിയാ. അതിൻ്റെ കൂടെ കുഞ്ഞമ്മ പറഞ്ഞു. ഷീബ ലിൻസിയോടും കുഞ്ഞമ്മയോടും ഒപ്പം വിളമ്പാനും വിഭവങ്ങൾ എടുത്തു വയ്ക്കാനും എല്ലാം സഹകരിച്ചു. സാലി എന്താ ഇരിക്കാത്തത്? കുഞ്ഞുമോൻ ചോദിച്ചു. ഞാൻ വീട്ടുകാരിയല്ലേ. വീട്ടുകാരി എപ്പോഴും വിളമ്പുകാരിയായിരിക്കണം, സാലി പറഞ്ഞു. അത് ശരി. അപ്പോൾ വയനാട്ടിലെ വീട്ടിൽ സാലി അല്ലേ വീട്ടുകാരി? അല്ല, അവിടെ വന്നാൽ ഈ ആതിഥ്യ മര്യാദയൊന്നും കാണിക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുഞ്ഞുമോനെ, അത് സ്വന്തം ചെലവല്ലേ. സൽക്കരിക്കാൻ ഉത്സാഹം കുറയും. ഇതവളുടെ അപ്പൻ്റെ ചെലവിലല്ലേ, ഉത്സാഹം കൂടും. കൊച്ചേട്ടൻ ചിരിയോടെ പറഞ്ഞു. ജിമ്മിച്ചൻ കോഴിക്കറിയും കൂട്ടി നല്ല രുചിയോടെ അത്താഴം കഴിച്ചു. ഊണ് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റതും അവനായിരുന്നു. ഇടയ്ക്ക് കുഞ്ഞുമോൻ അവൻ്റെ പുറം തടവി കൊടുത്തു. എടാ, കോഴിയും ചോറും വല്ലവരുടെ ആണെങ്കിലും വയറ് നമ്മുടേതാ, ആ വിചാരം വേണം. നമ്മുടേതോ? എൻ്റേതെന്ന് പറ. എൻ്റെ വയറിന് അവകാശം പറയല്ലേ. ദഹനമുള്ളവർ കഴിക്കട്ടെ കുഞ്ഞുമോനെ, അതില്ലാത്തവർ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? കൊച്ചേട്ടൻ പറഞ്ഞു. ദാ, ഞാൻ നിർത്തി. എല്ലാവരും കൂടി കണ്ണു വെച്ചിട്ട് എനിക്കിനി ദഹനക്കേട് പിടിക്കണ്ട. ജിമ്മിച്ചൻ എഴുന്നേറ്റ് കൈ കഴുകി. മണൽ വിരിച്ച മുറ്റത്തിൻ്റെ പാതിയോളം നിലാവ് പരന്നു കിടന്നിരുന്നു. ബാക്കി ഭാഗത്ത് സൺഷെയ്ഡിൻ്റെ നിഴലാണ്. മുറ്റത്തിൻ്റെ കോണിൽ പേപ്പർ റോസ്. പിൻമുറ്റത്ത് പൂത്തുലർന്നു കിടക്കുന്ന പാതിരാമുല്ലയുടെ മാദക പരിമളം. ജിമ്മിച്ചൻ മുറ്റത്തുകൂടി ഏതാനും ചാൽ നടന്നു. ദൂരെ നീല മലനിരകളുടെ അവ്യക്ത സൗന്ദര്യം. നിലാവും നിഴലും കെട്ടിപ്പുണർന്നാടുന്ന തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് അവൻ ആഗ്രഹിച്ചു. പിതാക്കന്മാരുടെ വാഗ്ദത്ത ഭൂമിയിലാണ് താൻ. ചെമ്മരിയാട്ടിൻകുട്ടികളുടെ കലമ്പലും ആട്ടിടയന്മാരുടെ ഒച്ചയും സോളമൻ്റെ പ്രേമഗീതങ്ങളും ഇടകലരുന്ന മുന്തിരിവള്ളികളും നീർമാതളങ്ങളും പൂത്തു നിൽക്കുന്ന സിയോൺ താഴ്വരയിൽ സ്വപ്നസദൃശമായ ചിന്തകളിൽ മുഴുകി നടന്ന ജിമ്മിച്ചൻ കൈവളകളുടെയും പാദസരത്തിൻ്റെയും കിലുക്കം കേട്ട് മുകളിലേക്ക് നോക്കി. ടെറസിൽ ഷീബയും ലിൻസിയും ഷൈനിയും. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ, അടക്കിപ്പിടിച്ച ചിരി. ടെറസിൻ്റെ അങ്ങേയറ്റത്ത് ഷീബ ചെന്നു നിൽക്കുന്നു. ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലാവിൽ മുങ്ങി അവളുടെ മോഹന രൂപം. ചന്ദ്രൻ അവളോട് മത്സരിക്കാൻ എന്നവണ്ണം അവളുടെ മുഖത്തിന് തൊട്ടുമീതെ. പേപ്പർ റോസിൻ്റെ ശാഖകൾ അവളെ ക്ഷണിക്കും പോലെ മുന്നിൽ ഇളകി കളിക്കുന്നു. വളരെ നേർത്ത സ്വരത്തിൽ ഒരു മൂളിപ്പാട്ട്, ഒരു താരാട്ടിൻ്റെ ഈണം പോലെ തോന്നി. പദങ്ങൾ വേർതിരിച്ചെടുക്കാൻ ജിമ്മിച്ചന് കഴിഞ്ഞില്ല. ആഹ്ലാദവും സ്വപ്നങ്ങളും കണ്ട് ഹൃദയം നിറഞ്ഞ ഇടയകന്യക വസന്തത്തിൻ്റെ ആഗമനം പാടി അറിയിക്കുകയാണ് സർവചരാചരങ്ങളെയും. നീ എന്തൊക്കെയാടാ അവിടെ? കുഞ്ഞുമോൻ്റെ ചോദ്യം ജിമ്മിച്ചൻ്റെ രസാനുഭൂതികൾ നിറഞ്ഞ നിമിഷങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണമെന്നല്ലേ പ്രമാണം? ജിമ്മിച്ചൻ പറഞ്ഞു. മുകളിൽ മൂളിപ്പാട്ട് നിലച്ചിരുന്നു. വന്ന് കിടന്നുറങ്ങാൻ നോക്കടാ, കുഞ്ഞുമോൻ പറഞ്ഞു.
ജിമ്മിച്ചൻ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നു. ജിമ്മിച്ചനും കുഞ്ഞുമോനും ഒരേ മുറിയിലാണ് കിടക്ക ഒരുക്കിയിരിക്കുന്നത്. ജയനും സാലിയും വന്ന് എല്ലാം ഭംഗിയായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് നല്ല രാത്രി ആശംസിച്ചു പോയി. ഷീബ അവർക്ക് പുതയ്ക്കാൻ പുതപ്പുകളുമായി വന്നു. എടോ, താൻ കരഞ്ഞോ? ഷീബ പുഞ്ചിരിച്ചതേയുള്ളൂ. ജിമ്മിച്ചൻ സ്വകാര്യത്തിൽ ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? കൊച്ചേട്ടൻ്റെ തമാശ കേട്ടിട്ടോ? അപ്പോഴേ തിരിച്ചടിക്കണ്ടേ? ജിമ്മിച്ചന് സ്നേഹം വേണമെങ്കിൽ അതും കൊടുക്കുമെന്ന്. കിന്നരിക്കാതെ ആ കൊച്ചിനെ പറഞ്ഞു വിടടാ. കുഞ്ഞുമോൻ്റെ അസഹിഷ്ണുതയ്ക്ക് ശബ്ദം വെച്ചു. ജിമ്മിച്ചൻ അത് ശ്രദ്ധിക്കാതെ ഷീബയുടെ കയ്യിൽ നിന്ന് പുതപ്പ് വാങ്ങി മുഖത്തോട് ചേർത്തു. എന്ത് തരം പുതപ്പാ ഇത്? എനിക്കറിയില്ല. അവൾ മുഖം താഴ്ത്തി. പുതപ്പുകൾ 2 തരമുണ്ട്. പുതച്ചു കിടന്നാൽ മധുര സ്വപ്നങ്ങൾ കാണിക്കുന്നതും ചീത്ത സ്വപ്നങ്ങൾ കാണിക്കുന്നതും. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് മധുര സ്വപ്നത്തിൻ്റെ പുതപ്പാണ് ഇഷ്ടം. ഞാൻ ആൻറ്റിയോട് ചോദിക്കാം ഏതു തരം പുതപ്പാണെന്ന്. ഷീബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ചതിക്കല്ലേ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ആ ടീപ്പോയ്മേൽ വെച്ചേക്ക്. രാത്രിയിൽ മരണപരവേശം വന്നാൽ കുടിക്കണ്ടേ? കുറച്ച് പഞ്ചസാര കൂടി വാങ്ങി വെച്ചോടാ. സ്വപ്നത്തിന് മധുരം പോരെങ്കിൽ കുറോശ ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. കുഞ്ഞുമോൻ പറഞ്ഞത് കേട്ട് കിലിങ്ങി ചിരിച്ചുകൊണ്ട് ഷീബ മുറിവിട്ടുപോയി. മോനെ, കുഞ്ഞുമോനെ, നീ അവളുടെ മുമ്പിൽ വെച്ച് എന്നെ ഉയർത്തിയില്ലെങ്കിലും വേണ്ടില്ല, താഴ്ത്തല്ലേടാ. ഉവ്, ഇവിടെ വന്നപ്പം മുതൽക്ക് നീ ഒരുമാതിരി നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെയാ. നിനക്കങ്ങനെ തോന്നും. എടാ, മനുഷ്യന് സഹൃദയത്വം വേണം. സ്വപ്നവും ജീവിതവും കൂടി ഇടകലരുന്ന ചില നിമിഷങ്ങളുണ്ട്. അത് തിരിച്ചറിയാനും അനുഭവിക്കാനും കഴിയണം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ തൊഴുത്തിലെ എരുമ വെറ്റതും നീ ജനിച്ചതും ഒരേ സമയത്താണെന്ന് നിൻ്റെ അമ്മ പറയാറുണ്ടല്ലോ. പോത്തുകുട്ടി വളർന്ന് പ്രായം ചെന്ന ഒടുവിൽ കശാപ്പായി. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത്രേയുള്ളൂ വ്യത്യാസം. കുഞ്ഞുമോൻ്റെ നാവിലൊരു തെറിപ്പദം വിളഞ്ഞതാണ്. എന്നാൽ ലിൻസി ഗ്ലാസ്സിൽ വെള്ളവുമായി വരുന്നത് കണ്ട് അവൻ വായടച്ചു. ആർക്കാ വെള്ളം? അവൾ ചോദിച്ചു. ആ ടീപ്പോയിൽ വെച്ചേക്ക്, ജിമ്മിച്ചൻ പറഞ്ഞു. വെള്ളം അവിടെ വെച്ചിട്ട് അവൾ നിവർന്നു. ലൈറ്റ് അണച്ചേക്കട്ടെ? അണച്ചോ. അവൾ ലൈറ്റ് അണച്ച് പുറത്തിറങ്ങി വാതിൽ ചാരി. ജിമ്മിച്ചൻ ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട് കുഞ്ഞുമോൻ കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. നല്ല പെൺകുട്ടിയാ അല്ലേ കുഞ്ഞുമോനെ? എടാ, അത് സാലിയുടെ അനുജത്തിയാ. നീ തല്ലുകൊണ്ടേ പോകൂ. അവൾ അല്ലടാ. പിന്നെ ആര്? ഷീബ. ഓ, റബേക്കയെ പോലെ അഴക് നിറഞ്ഞവൾ, കുലീനത്വമുള്ളവൾ. ആരാ ഈ റബർക്ക? റബർക്കായല്ലട കന്നാലി, റബേക്ക. ബൈബിൾ കഥ കേട്ടിട്ടില്ലേ നീ? ഓ, സുന്ദരിയാണേലും അവൾ അറിയുന്നില്ല, അതിനാൽ അഹങ്കരിക്കുന്നുമില്ല. ആര്, റബേക്കയോ ഷീബയോ? ഷീബ. ഓ, എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ആശങ്കകൾ. ആശുപത്രിയിൽ പോണോ അതോ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തണോ? നീ പോടാ കന്നാലി. നിനക്ക് എന്തു പറ്റി ജിമ്മിച്ച? വയനാട്ടിൽ നിന്ന് പോരുമ്പം നീ വളരെ നോർമലായിരുന്നല്ലോ. എന്താ നിൻ്റെ പ്രശ്നങ്ങൾ? ഈ ആത്മസുഹൃത്തിനോട് പറയടാ. കളിയാക്കല്ലേ മോനെ. ജിമ്മിച്ചൻ കുറച്ച് സമയം മിണ്ടാതെ കിടന്നു. പിന്നെ സാവധാനം പറഞ്ഞു. അവൾ എൻഗേജ്ഡ് ആണോ? അവൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവളുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും? അതൊക്കെ ഓർത്തിട്ട്. അവളുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ കല്ലും മണ്ണും കമ്മ്യൂണിസ്റ്റ് പച്ചയും ധാരാളം കണ്ടേക്കും. ഉറക്കം വരുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോടാ തെണ്ടി. കുഞ്ഞുമോൻ തലവഴി പുതപ്പിട്ട് മൂടിക്കിടന്നു. പെട്രോമാക്സ് വിളക്കും കച്ചാവലയും പൊത്തുവലയും കോരുവലയും ചൂണ്ടയും മീൻകൂടയും വെട്ടുകത്തിയുമെല്ലാമായി മീൻപിടുത്ത സംഘം ഇറങ്ങി. സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞിട്ടാണ് പുറപ്പാട്. രാത്രിയിൽ ആറ്റിലൂടെ ഉറക്കം വിളിച്ച് നടക്കാൻ 2 കോപ്പ പനങ്കള്ളിൻ്റെ വീര്യവും ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരുന്നു. കൊച്ചേട്ടൻ്റെ പറമ്പിലെ പന ചെത്തുന്നുണ്ട്. ചെത്തുകാരനോട് പ്രത്യേകം പറഞ്ഞ് വാങ്ങിയതാണ് കള്ള്. വിളക്കുമീൻ പിടിക്കാൻ വിദഗ്ധനാണ് കൊച്ചേട്ടൻ. വിളക്കിൻ്റെ പ്രഭയിൽ ആകൃഷ്ടരായി പൊന്തി വരുന്ന മീനുകളെ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പിടിക്കുകയാണ്. ജോർജ് കുട്ടിയുടെ കയ്യിലാണ് വിളക്ക്. ജിമ്മിച്ചൻ ചെറുകയങ്ങളിൽ ചൂണ്ടയിട്ടു. ജയനും കുഞ്ഞുമോനും പൊത്തുവലയും കോരുവലയുമായി അവിടെ ഓടി നടന്നു. ആകാശം കാർമേഘാവൃതമായിരുന്നു. ചക്രവാളത്തിൻ്റെ വിദൂരതയിൽ മിന്നലുകൾ പൊളയുന്നത് കാണാനുണ്ട്. നേർത്ത ഇടിമുഴക്കങ്ങളും കേൾക്കാനുണ്ട്. കിഴക്കു ദിക്കിലേക്ക് അതിവേഗം നീങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വല്ലപ്പോഴും മുഖം കാട്ടി ചന്ദ്രൻ ഒളിച്ചു കളിച്ചു. തണുപ്പ് കാറ്റൂതിക്കൊണ്ടിരുന്നു. മഴ പെയ്തേക്കും, കൊച്ചേട്ടൻ പറഞ്ഞു. എല്ലാ വർഷവും പതിവുള്ളതാ അരുവിത്തറ പെരുന്നാളിന് മഴ, അതും വെടിക്കെട്ടിൻ്റെ ദിവസം തന്നെ. പറഞ്ഞപ്പോഴാ ഓർത്തത്. പെരുന്നാളിന് പോകണ്ടേ ജിമ്മിച്ച? ജോർജ് കുട്ടി ചോദിച്ചു. നാളെയാ വെടിക്കെട്ട്. പിന്നെ പോകാതെ? പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടും കൂടിയാ ഞങ്ങൾ വന്നത്, ജിമ്മിച്ചൻ പറഞ്ഞു. ആറ്റിലൂടെ അവർ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ജിമ്മിച്ചൻ ഇടയ്ക്കിടെ മീൻകൂടയിൽ ടോർച്ചടിച്ച് നോക്കും. അത് കുറേശ്ശെ നിറഞ്ഞു വരുന്നത് കാണുമ്പോൾ ആഹ്ലാദം.
പാതിരാ കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടുമായി വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. മഴ പെയ്യട്ടെ, കൊച്ചേട്ടൻ പറഞ്ഞു. വെള്ളം കലങ്ങിയാൽ നമുക്ക് കച്ചാവല വെക്കാം. ഇവിടെ ഓർക്കാപ്പുറത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമോ? ജിമ്മിച്ചൻ ചോദിച്ചു. ദൂരെ മലയിൽ മഴ പെയ്താൽ. അങ്ങനെ ഓർക്കാപ്പുറത്ത് വെള്ളപ്പൊക്കമുണ്ടായി ചിലരൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്, കൊച്ചേട്ടൻ പറഞ്ഞു. ചിലപ്പോൾ വൈകുന്നേരം ഇളവയിലും കാഞ്ഞ ആറ്റുതീരെ തിരിക്കുമ്പോഴായിരിക്കും ഒരു ഇരുമ്പൽ. കടൽ ഇരച്ചു കയറി വരുന്ന പോലെ സകലതും അടിച്ചു തകർത്ത് കലങ്ങി മറിഞ്ഞ് അതിൽ പെട്ടുപോകുന്നവർ രക്ഷപ്പെടാറില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോൾ പഴയ പോലെ ചെറിയ നീരൊഴുക്ക് മാത്രം ശേഷിക്കും. ആനയെ കൂടി ഒഴുക്കിക്കൊണ്ടു പോകാനുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കാണാത്തവരാരും വിശ്വസിക്കുകയുമില്ല. അതാണ് മലയിലെ മഴയുടെ പ്രത്യേകത. മിന്നലുകളുടെയും ഇടിനാദങ്ങളുടെയും കാഠിന്യമേറി പൊടുന്നനെ മഴ വീണു. അത് വകവയ്ക്കാതെ അവർ മീൻപിടുത്തം തുടർന്നു. വിളക്കണച്ചു വെച്ചു. ഇപ്പോൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് മീൻപിടുത്തം. കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം കലങ്ങി വരാൻ തുടങ്ങി. കൊച്ചേട്ടൻ കച്ചാവലയെടുത്തു. ഇനി താഴോട്ട് പോകാം. കച്ചാവല വെക്കാൻ പറ്റിയ കടവുണ്ട്. നനഞ്ഞൊലിച്ചാണ് നടത്തം. മഴ അരമണിക്കൂറോളം പെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ മഴ തോർന്നപ്പോൾ ആകാശം കണ്ണുനീരിൽ കഴുകിയെടുത്തതുപോലെ കാണപ്പെട്ടു. നക്ഷത്രങ്ങൾ രത്നം പോലെ തിളങ്ങി. മഴത്തുള്ളികളേറ്റ റബ്ബർ തോട്ടങ്ങളുടെ മീതെ നിലാവ് വെട്ടിത്തിളങ്ങി. കൂട നിറഞ്ഞപ്പോൾ അവർ മീൻപിടുത്തം മതിയാക്കി. പോയേക്കാം. കൊച്ചേട്ടൻ മുമ്പേ നടന്നു. പുഴയുടെ ചില ഭാഗങ്ങളിലും ഇരുഭാഗത്തെ തോടുകളിലും തോട്ടങ്ങളിലും പുകമഞ്ഞ് രൂപം പൂണ്ടു തുടങ്ങിയിരുന്നു. മഴയിൽ നനഞ്ഞു കുതിർന്ന ഷർട്ടും ലുങ്കിയും ദേഹച്ചൂടിൽ ഏതാണ്ട് ഉണങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിലും ജിമ്മിച്ചനെ കുളിർന്ന് വിറച്ചു. അന്തരീക്ഷത്തിന് നല്ല ഈർപ്പമുണ്ട്. അവർ വീട്ടിലെത്തി. സ്ത്രീകളെല്ലാം ഉണർന്നു. ജോർജ് കുട്ടി പിന്നാമ്പുറത്തെ വരാന്തയിൽ മീൻകൂട കുടഞ്ഞിട്ടു. ഇനിയും ജീവൻ പോകാത്ത മീനുകൾ സിമന്റ് തറയിൽ കിടന്നു പിടഞ്ഞു. രാവിലത്തേക്ക് ചീത്തയാകും. ഇപ്പോഴേ മീൻ വെട്ടിക്കഴുകി ഉപ്പും മുളകും പുരട്ടി വെച്ചോ, കൊച്ചേട്ടൻ നിർദ്ദേശിച്ചു. ഇനി ഈ രാത്രിയിൽ. കുഞ്ഞമ്മ മനസ്സില്ലാ മനസ്സോടെ നിന്നു. പിന്നെ ഗത്യന്തരമില്ലാതെ മീൻ വൃത്തിയാക്കാനുള്ള ശ്രമം തുടങ്ങി. ലിൻസിയും സാരിയും അവരെ സഹായിച്ചു. ഷീബേ, നീ എല്ലാവർക്കും ഓരോ കട്ടനിട്ട് കൊടുക്ക്, കുഞ്ഞമ്മ നിർദ്ദേശിച്ചു. ജിമ്മിച്ചൻ വേഗം കുളിച്ച് വേഷം മാറി വന്നു. അപ്പോഴേക്കും ഷീബ കാപ്പിയിട്ട് ഗ്ലാസ്സുകളിൽ പകർന്നു കഴിഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങുമ്പോൾ വിരൽത്തുമ്പുകൾ കൂട്ടിമുട്ടി. ഒരു ഇരമ്പൽ വിരലുകളിലൂടെ പാഞ്ഞ് ഹൃദയത്തിലോളം എത്തിയെന്ന് ജിമ്മിച്ചന് തോന്നി. അവൻ സന്തോഷത്തോടെ കാപ്പി മുത്തി കുടിച്ചു. ഡോർ കർട്ടനിൽ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഷീബയെ അവൻ ഇടയ്ക്കിടെ നോക്കി. ലേശം ഉറക്കച്ചടവുള്ള ആ മിഴികളിൽ വീഞ്ഞിൻ്റെ ലഹരി കലർന്നതുപോലെ തോന്നിച്ചു. താറുമാറായ മുടിയിഴകൾ നെറ്റിയിലും കവിളിണകളിലും അലസമായി വീണ് കിടന്നു. പകൽ കണ്ട ശാലീന ഭാവമല്ല ഇപ്പോൾ. മതപരം, ലജ്ജാലസം, സാക്ഷാൽ രതിഭാവം. സുന്ദരികൾക്ക് രാവും പകലും രൂപഭാവങ്ങൾ വെവ്വേറെയാണ്. എവിടെയോ വായിച്ചത് ജിമ്മിച്ചൻ ഓർത്തു. 2-3 തവണ ജിമ്മിച്ചൻ്റെ നേർക്ക് നീണ്ട നോട്ടം അവനിൽ വല്ലാത്ത ഹർഷമുളവാക്കി. എനിക്ക് കട്ടൻ കാപ്പി 1 ഗ്ലാസ് കൂടി വേണം. ഷീബ അവനെ നോക്കി മന്ദഹസിച്ചു. അവൾ വേഗം 1 ഗ്ലാസ് കട്ടൻ കാപ്പി കൂടി എടുത്തു കൊടുത്തു. ഭീമൻ്റെ കാര്യം പറഞ്ഞതുപോലെയാ. ഉള്ളതിൽ നേർ പകുതി അവന് കൊടുത്തേക്കണം. ഞങ്ങൾക്ക് ബാക്കിയുള്ളത് വീതിച്ച് തന്നാൽ മതി. കുഞ്ഞുമോൻ്റെ കമൻറ്റ്. ഇപ്പോഴാ ആത്മാവൊന്ന് ചൂടായത്. മഴ മുഴുവനും നനയുകയല്ലായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നു. കുഞ്ഞുമോൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. നീ കിടക്കുന്നില്ലേ ജിമ്മിച്ച? നീ പോയി കിടന്നു. കുഞ്ഞുമോൻ ഉറങ്ങാൻ പോയി. കുറേ കഴിഞ്ഞപ്പോൾ ജയനും പിൻവാങ്ങി. തൊട്ടു പിന്നാലെ ജോർജ് കുട്ടിയും പോയി. കൊച്ചേട്ടനും ജിമ്മിച്ചനും സംസാരിച്ചുകൊണ്ട് പിൻവരാന്തയിൽ ഇരുന്നു. മീൻ വെട്ടുന്നതിനിടയ്ക്ക് കുഞ്ഞമ്മ മുഖമുയർത്തി ചോദിച്ചു. ജിമ്മിച്ചന് കല്യാണാലോചനയൊന്നും ഇല്ലേ? എനിക്കതിന് പ്രായമായോ? ഞാൻ കൊച്ചല്ലേ ചേട്ടത്തി? ജിമ്മിച്ചൻ കുസൃതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഷീബ അത് കേട്ട് വായി പൊത്തി ചിരിച്ചു. പിന്നെ കൊച്ച്, വയസ്സ് 10-25 കാണുമല്ലോ. അത്രയ്ക്കൊന്നും ആയില്ല. ജിമ്മിച്ചൻ എന്തുമാത്രം പഠിച്ചു? കൊച്ചേട്ടൻ ചോദിച്ചു. ഡിഗ്രി എടുത്തു നിർത്തി. ജോലിക്കൊന്നും പോയില്ലേ? എനിക്ക് കൃഷിയിലാ താല്പര്യം. അതാവുമ്പോൾ രാവിലെ കൃത്യസമയത്ത് ചെന്ന് ഹാജര് വെക്കേണ്ട. ഒരുത്തൻ്റെ മുമ്പിൽ നട്ടെല്ല് വളയ്ക്കണ്ട. ആരുടെയും ദുർമുഖം കാണുകയും വേണ്ട. നിങ്ങളവിടുത്തെ വലിയ കോടീശ്വരന്മാരാണെന്ന് ജയൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എസ്റ്റേറ്റും ബംഗ്ലാവും കാറും ലോറിയും ഒക്കെ ഉള്ളവരാണെന്ന് കുഞ്ഞമ്മ പറഞ്ഞു. ഓ, അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് തോട്ടമുണ്ട്. വല്യപ്പൻ പണ്ട് എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കിയതാ. ഒരൊറ്റ മോനല്ലേ ജിമ്മിച്ചൻ? ഷൈനിയുടെ കാര്യം മറന്നോ? ഓ, അതിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ജിമ്മിച്ചനല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവളെ കെട്ടിക്കുന്നുള്ളൂ എന്നാ വല്യപ്പച്ചൻ്റെ വാശി. ജിമ്മിച്ചൻ ഷീബയെ ഒന്ന് നോക്കി. വല്യപ്പച്ചൻ എനിക്ക് വേണ്ടി ആരെയോ കണ്ടുവച്ചിട്ടുണ്ടത്രേ. തിരിച്ചു ചെന്നാൽ ഉടനെ പെണ്ണ് കാണല. നല്ല കാര്യം. കൊച്ചേട്ടൻ തലയാട്ടി.
25 മുമ്പ് തുടങ്ങണം ദാമ്പത്യം. 50 കഴിയുമ്പോഴേക്കും പുരുഷൻ അവൻ്റെ കടമകൾ തീർത്ത് യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കണം. കൊച്ചേട്ടൻ കോട്ടുവായിട്ടു. ഉറക്കം വന്നു തുടങ്ങി. അയാൾ എഴുന്നേറ്റു. ജിമ്മിച്ചനും മടിയോടെ എഴുന്നേറ്റു. ജിമ്മിച്ചന് കടന്നു പോകാൻ വേണ്ടി വാതിലൊഴിഞ്ഞ ഷീബയോട് അവൻ പതുക്കെ പറഞ്ഞു, ഗുഡ് നൈറ്റ്. അവൾ മന്ദഹസിച്ചു. ജിമ്മിച്ചൻ പോയി കിടക്കുമ്പോൾ പുലർച്ചെക്കോഴി കൂവി തുടങ്ങിയിരുന്നു. വളരെ വൈകിയാണ് ഉണർന്നത്. എഴുന്നേറ്റിരുന്ന് കണ്ണ് തിരുമ്മി ജനലിലൂടെ നോക്കി. മുറ്റത്ത് നല്ല വെയിൽ. കുഞ്ഞുമോൻ്റെ കിടക്ക ചുളുങ്ങിക്കിടക്കുന്നു. വീട്ടിനുള്ളിൽ ചലനങ്ങളൊന്നുമില്ല. വാച്ചിൽ നോക്കിയ ജിമ്മിച്ചൻ അന്തം വിട്ടു. 9:30 മണി. വാൾ ക്ലോക്കിൻ്റെ മിടിപ്പല്ലാതെ ഒരു ശബ്ദവും കേൾക്കാനില്ല. ജിമ്മിച്ചൻ എഴുന്നേറ്റ് വരാന്തയിലേക്ക് ഇറങ്ങി. ഷീബ മുറ്റത്തിൻ്റെ കോണിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ചുവന്ന മാരുതിക്കാരനരികിൽ നിൽപ്പുണ്ട്. അവൾ അതിന്മേൽ തൊട്ടും തലോടിയും നോക്കുന്നു. അകത്തേക്ക് കൈയിട്ട് സീറ്റ് കുഷ്യൻ്റെ മാർദ്ദവം പരിശോധിക്കുന്നു. പൊടി പിടിച്ച ചില്ലിൽ വിരൽ കൊണ്ട് എഴുതുന്നു. ഇടയ്ക്ക് കുനിഞ്ഞ് റിവർവ്യൂ മിററിൽ മുഖം നോക്കുന്നു. ജിമ്മിച്ചിന് ചിരി വന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഷീബ ഞെട്ടി കൈ പിൻവലിച്ചു. എൻ്റെ കാറിന് കണ്ണുവെക്കുകയാണോ? അയ്യോ അല്ല. അവൾ പരിഭ്രമിച്ച് അകന്നു മാറി. പേടിക്കണ്ട, ഷീബ എൻ്റെ കാറിൽ തൊടുന്നതും കയറിയിരിക്കുന്നതുമൊക്കെ എനിക്ക് സന്തോഷമാണ്. അവളുടെ മുഖം തുടുത്തു. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ഷീബ? പെണ്ണുങ്ങളെല്ലാം പള്ളിയിൽ പോയി. ചാച്ചൻ പീടികയിലും പോയി. ഷീബ പെണ്ണല്ലേ? വേഷം കെട്ടാണോ അത്? ഫാൻസി ഡ്രസ്സ്? ഷീബ നാണിച്ചു. എന്നെ കാപ്പി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരിക്കുക. ജയനും കുഞ്ഞുമോനും ജോർജൂട്ടിയും എവിടെ? കുളിക്കാൻ പോയത് ആറ്റിൽ. എന്നെ വിളിക്കാത്ത? വിളിച്ചാൽ കേൾക്കണ്ടേ? എന്തൊരു ഉറക്കമായിരുന്നു. ബോധം കെട്ട പോലെ. കുഞ്ഞമ്മച്ചിക്ക് പേടിയായി. പുലർച്ചയ്ക്കല്ലേ ഉറങ്ങാൻ കിടന്നത്, അതുകൊണ്ടാ. കാപ്പി വേണോ ചായ വേണോ? ഷീബയ്ക്ക് ഇഷ്ടമുള്ളത്. ഞാനൊന്ന് പല്ല് തേച്ചോട്ടെ. അവൻ പല്ല് തേച്ച് മുഖം കഴുകി വന്നപ്പോഴേക്കും ഷീബ ആവി പറക്കുന്ന കാപ്പിയുമായി വന്നു. അവനത് വാങ്ങി രുചിച്ചു നോക്കി. നല്ല പഷ്ട് കാപ്പി. കാപ്പിക്കകത്തെ ഉറുമ്പ് അതിനേക്കാൾ പഷ്ട്. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് ഉറുമ്പിനെ തോണ്ടിക്കളഞ്ഞു. ഷീബ വിരൽ കടിച്ചു. ശോ, അത് പഞ്ചാരപാത്രത്തിൽ കിടന്നതായിരിക്കും. ഇവിടെ ഉറുമ്പുകൾ പഞ്ചാരപാത്രത്തിൽ കയറും അല്ലേ? ദരിദ്രവാസി ഉറുമ്പുകളാണല്ലോ. ഞങ്ങളുടെ വയനാട്ടിൽ ഒരൊറ്റ ഉറുമ്പ് പോലും പഞ്ചാരപാത്രത്തിൽ കയറൂല. അതെന്താ? അവത്തങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലേ? ഏയ്, ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കുറച്ചിൽ പഞ്ചാരപാത്രം അതേപടി പൊക്കിക്കൊണ്ടു പോവുകയുള്ളൂ. ഷീബയ്ക്ക് ചിരി പൊട്ടി. എന്നെ കളിയാക്കിയതാ അല്ലേ? ജിമ്മിച്ചൻ പുഞ്ചിരിച്ചുകൊണ്ട് തല ഉലുക്കി. ഷീബ വരാന്തയുടെ ഉരുളൻ തൂണിൽ ചാരി നിന്നു. അപ്പോൾ നമ്മൾ 2 പേർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, അല്ലേ ഷീബ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ല, ഷീബയ്ക്ക് പേടിയില്ലേ? ഞാൻ വല്ല വഷളത്തരവും കാണിച്ചെങ്കിലോ എന്ന്? വഷണലൊന്നും അല്ലെന്ന് എനിക്കറിയാം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്ങനെ അറിയാം? കണ്ടാലറിയാം. പിന്നെ നോട്ടത്തിൽ നിന്നും വാക്കിൽ നിന്നും. നുണ. ഞാൻ ഷീബയെ അത്ര നിഷ്കളങ്കതയോടെ അല്ല നോക്കിയത്. അത്ഭുതം, ആരാധന, സ്നേഹം, അഭിനിവേശം എല്ലാം ഉണ്ടായിരുന്നു. ഷീബയുടെ മുഖം ചുവന്നു. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഷീബയുടെ മുഖമാ. ജനാലവിരി മാറ്റി നോക്കുന്ന 2 കണ്ണുകൾ. കാപ്പി തണുത്തു പോകും കേട്ടോ. അവനൊരു കവിൾ കാപ്പി കുടിച്ചു. ഷീബ എന്ന പേര് ഞാൻ മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ പേര് ഇത്ര മനോഹരമാണെന്ന്, ഇത്ര ചൈതന്യവത്താണെന്ന് ഷീബയെ കാണുന്നത് വരെ വിചാരിച്ചിരുന്നില്ല. മുഖസ്തുതി അല്ല കേട്ടോ. നമ്മൾ 2 പേരും മാത്രം ഇരുന്ന് ഇതുപോലെ സംസാരിക്കാൻ ഒരവസരം കിട്ടിയെങ്കിലോന്ന് ഇന്നലെയൊക്കെ ഞാൻ ആശിച്ചതാണ്. ഷീബ വീർപ്പടക്കി. അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ പാദങ്ങൾ ചലിച്ചില്ല. അവളുടെ വിമ്മിട്ടം അവന് മനസ്സിലായി. ഷീബ പഠിക്കുന്നുണ്ടോ? അവൻ വിഷയം മാറ്റി. ഇല്ല. എന്തുമാത്രം പഠിച്ചു? പ്രീ ഡിഗ്രി ജയിച്ചു. പിന്നെ എന്താ പഠിക്കാത്തത്? ഞങ്ങൾ ശേഷിയില്ലാത്തവരാ. ഊവോ, ഷീബയെ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. ഞങ്ങളുടെ ഷൈനിയും ഇവിടുത്തെ ലിൻസിയും ഷീബയും ഒരേ കുടുംബത്തിൽപ്പെട്ടതാണെന്നേ തോന്നും. എവിടാ ഷീബയുടെ വീട്? കുളത്തൂക്കടവിൽ. ജിമ്മിച്ചൻ്റെ കണ്ണുകൾ വിടർന്നു. എൻ്റെ വല്യപ്പച്ചൻ്റെ നാടാണല്ലോ. നേരോ? അവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യം വരികയായി ഈ ദേശത്ത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ബന്ധുക്കൾ ആരുമില്ല. എല്ലാവരും വയനാട്ടിലാ? ഷീബയ്ക്ക് ആരൊക്കെയുണ്ട്? അപ്പച്ചൻ, അമ്മച്ചി, ഇച്ചായൻ, ഇച്ചേച്ചി. അവരൊക്കെ എന്തു ചെയ്യുന്നു? അപ്പച്ചന് റബ്ബർ വെട്ട, അമ്മച്ചി അടുക്കളപ്പണി. ഇച്ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇച്ചായൻ മില്ലിലൊക്കെ പണിക്ക് പോകും. ഷീബ ഇളയ മോളാ? ഇവിടെ എങ്ങനെ വന്നു? കുഞ്ഞമ്മച്ചിക്ക് എന്നെ വലിയ കാര്യമാണ്. ഈയിടെ കുളത്തൂക്കടവിൽ വന്നപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോന്നു. പെരുന്നാൾ കഴിഞ്ഞ് കൊണ്ടുവന്ന് വിട്ടേക്കാമെന്നും പറഞ്ഞു. ഷീബ പോകുമ്പോൾ ഞങ്ങളെ കൂടി കൊണ്ടുപോകുമോ? നാടും വീടുമൊക്കെ കാണിക്കാൻ. ഈ വേണ്ട, ജിമ്മിച്ചൻ വിചാരിക്കുന്നതിനേക്കാൾ പാവങ്ങളാ ഞങ്ങൾ. അവൾ അപേക്ഷാഭാവത്തിൽ അവനെ നോക്കി. കുർബാന കഴിഞ്ഞ് കുഞ്ഞമ്മയും സാലിയും എല്ലാം റബ്ബർ തോട്ടത്തിലൂടെ കടന്നു വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് ഷീബ അകത്തേക്ക് വലിഞ്ഞു കളയുമെന്നാണ് ജിമ്മിച്ചൻ കരുതിയത്.
എന്നാൽ അവർ വന്നു മുറ്റത്ത് കയറിയപ്പോഴും അവൾ തൂണിൽ ചാരി അതേ നിൽപ്പ് തുടർന്നു. ഒളിക്കാനൊന്നുമില്ലാത്ത ആ രീതിയും ഭാവവും ജിമ്മിച്ചന് നന്നേ ഇഷ്ടമായി. അവർ വന്നയുടൻ തന്നെ ജിമ്മിച്ചൻ കുളിക്കാനായി ആറ്റിലേക്ക് പോയി. എന്തായിരുന്നടി രണ്ടുപേരും കൂടി ഒരു സൊള്ളല്? സാലി കളിയായി ഷീബയോട് ചോദിച്ചു. ഓ സാലി ആൻറ്റി, ഇവിടെ ആരും സൊള്ളിയില്ല, വീട്ടുകാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ആട്ടെ, ആളെങ്ങനെ? നിങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ. നിനക്ക് ഇഷ്ടമായോ? നമുക്കൊന്ന് വലവീശി നോക്കിയാലോ? ഈ ആൻറ്റിയുടെ ചില നേരത്തെ വർത്തമാനം കേട്ട അരിശം വരും. ഷീബയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. സന്ധ്യയോടെ ആണുങ്ങളുടെ സംഘം പെരുന്നാളിന് പോകാനൊരുങ്ങി. രാത്രിയിലാണ് വെടിക്കെട്ട്. അരുവിത്തുറ പെരുന്നാളിൻ്റെ വെടിക്കെട്ട് കാണാൻ നാനാദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. കാറിൽ പോകാമെന്ന് ജിമ്മിച്ചൻ പറഞ്ഞപ്പോൾ കൊച്ചേട്ടൻ നിരുത്സാഹപ്പെടുത്തി. കടല് പോലെ ആള് കൂടുന്ന സ്ഥലമാ, എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയാൽ വല്ലവരും കേടാക്കിയെങ്കിലോ? ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. ജോർജ് കുട്ടി സാലിയെയും ഷൈനിയെയും കൂട്ടി വെടിക്കെട്ടിന് സമയമാകുമ്പോഴേക്കും എത്തിക്കൊള്ളാമെന്ന് ഏറ്റു. കൊടിമരച്ചു വീട്ടിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാം. ഷീബയ്ക്കും ലെൻസിക്കും കുഞ്ഞമ്മയ്ക്കും വെടിക്കെട്ടിൽ കമ്പമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല. അവർ നാളെ പകൽ പെരുന്നാളിന് കൂടാനാണ് പോകുന്നത്. പെരുന്നാൾ കൂടിയിട്ട് വെറും കൈയോടെ ആരും ഇങ്ങ് പോന്നേക്കരുത്. വീട്ടിന് കാവലിരിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചേക്കണം. ഷീബ ജയനെയും ജിമ്മിച്ചനെയും നോക്കി പറഞ്ഞു. ഷീബയ്ക്ക് എന്താ വേണ്ടത്? ജിമ്മിച്ചൻ ചോദിച്ചു. എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുമോ? സാലി അവനോട് ചോദിച്ചു. സംശയം എന്താ? എങ്കിലൊരു മന്ത്രകോടി വാങ്ങിക്കാൻ പറ ഷീബയെ. അനുചിതവും അനവസരത്തിലുള്ളതുമായ ആ തമാശ ജയന് പോലും ഇഷ്ടപ്പെട്ടില്ല. ഷീബയുടെ മുഖം വിളറിപ്പോയിരുന്നു. നിനക്ക് നാക്കിത്തിരി കൂടുന്നുണ്ട്, ജയൻ ശാസിച്ചു. അല്ലെങ്കിലും ശരിയാ, കുഞ്ഞമ്മ പിന്താങ്ങി. ജിമ്മിച്ചൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷീബയെ കാണാനില്ല. സാലിയുടെ കളിയാക്കൽ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അവൻ ഊഹിച്ചു. നമുക്ക് പോകാം, ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. ജയൻ ഇറങ്ങിക്കഴിഞ്ഞു. കൊച്ചേട്ടനും കുഞ്ഞുമോനും ജിമ്മിച്ചനും പുറകെ ഇറങ്ങി. അവർ പള്ളിയിലെത്തുമ്പോഴേക്കും പള്ളിയും പരിസര പ്രദേശങ്ങളും ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പള്ളിയിൽ കയറി നേർച്ചയിടലും മറ്റും കഴിഞ്ഞവർ പുറത്തിറങ്ങി. എല്ലായിടത്തും തിരക്ക്. റോഡരികളിലും മതിൽക്കെട്ടുകളോട് ചേർന്നും വെച്ചുവാണിഭക്കടകളുടെ അവസാനിക്കാത്ത നിര. മണൽ വാരിയെറിഞ്ഞാൽ താഴെ വീഴാത്ത തിരക്ക്. ഒരു ഭാഗത്ത് ഭിക്ഷക്കാരുടെ നീണ്ട നിര. അവരുടെ മുമ്പിൽ വിരിച്ച തുണികളിൽ വീണ നിരന്ന നാണയത്തുട്ടുകൾ. പെരുന്നാൾ പറമ്പിൽ വെച്ച് ജിമ്മിച്ചൻ വയനാട്ടിൽ നിന്ന് വന്ന പല പരിചയക്കാരെയും കണ്ടു. ഇടയ്ക്ക് ജിമ്മിച്ചൻ ജയിനും കുഞ്ഞുമോനുമായി കൂട്ടുപിരിഞ്ഞു. വെടിക്കെട്ട് കഴിയുമ്പോൾ കൊടിമരത്തിന് ചുവട്ടിൽ കാണാമെന്നാണ് വ്യവസ്ഥ. അവൻ ഉഴുന്നാടിയും കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് പെരുന്നാൾ പറമ്പിലും റോഡിലും ചുറ്റി നടന്നു. അവനൊരു ഉന്മാദത്തിലായിരുന്നു. ചുറ്റി നടക്കുന്നതിനിടയിൽ മാജിക്കും മരണക്കിണറും കണ്ടു. കുറികളിലും കുറുക്കു കമ്പനികളിലും കാശെറിഞ്ഞു. കൈനോട്ടക്കാർക്കും മുഖലക്ഷണം പറയുന്നവർക്കും പക്ഷിശാസ്ത്രക്കാർക്കും ദക്ഷിണ നൽകി. പണമിട്ടാൽ ഭാവി ഫലം പറയുന്ന ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ റിസീവറിൽ തലവെച്ചു കൊടുത്തു. തട്ടിപ്പുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ തട്ടിപ്പുകളിലും അവൻ പണമെറിഞ്ഞു. പെരുന്നാൾ സംബന്ധമായ സകലതും അവന് ഹരമായിരുന്നു. തന്നാലാവുന്നിടത്തോളം പെരുന്നാൾ ആഘോഷിക്കുക, ആസ്വദിക്കുക, അത്രേ അവൻ കരുതിയുള്ളൂ. വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പേ ജയനും കുഞ്ഞുമോനുമായി കൊടിമരത്തിന് ചുവട്ടിൽ വെച്ച് ജിമ്മിച്ചൻ സന്ധിച്ചു. അവർ വെടിക്കെട്ട് കാണാൻ പറ്റിയ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നെല്ലുറപ്പിച്ചു. കണ്ണഞ്ചിപ്പിക്കുകയും നെഞ്ചുകിടുക്കുകയും ആകാശത്ത് വർണ്ണക്കുടകൾ വിരിയിപ്പിക്കുകയും കോടാനുകോടി നക്ഷത്രങ്ങളെ വാരി വിതറുകയും ചെയ്തുകൊണ്ട് വെടിക്കെട്ട് തുടർന്നു. കുഞ്ഞുമോൻ ജയൻ്റെ തോളിലേക്ക് തലചായ്ച്ചിരുന്ന് ഉറക്കം തൂങ്ങി. അവസാനത്തെ സെറ്റ് തീരെ മുമ്പ് തന്നെ ജയനും കുഞ്ഞുമോനും ജിമ്മിച്ചനും മടങ്ങി. പുലർച്ചയ്ക്ക് 4 മണിയായിരുന്നു സമയം. തിരക്കിൻ്റെ കടൽ എങ്ങും ശാന്തമായി കിടന്നു. നല്ല തണുപ്പും മഞ്ഞും. ഫുട്പാത്തിലും വെയിറ്റിംഗ് ഷെഡുകളിലും കടത്തിണ്ണകളിലും പത്രമോ തുണിയോ വിരിച്ച് തീർത്ഥാടകർ ഉറങ്ങുന്നു. വഴിയോരത്തെ തട്ടുകടകളിൽ ചൂട് കാപ്പി ഊതിക്കുടിച്ച ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ജിമ്മിച്ചനും കൂട്ടരും ഓരോ കട്ടൻ കാപ്പി കഴിച്ചു. ഇനി വീട്ടിലേക്ക് നടക്കുകയേ നിർവാഹമുള്ളൂ. ബസ് കിട്ടണമെങ്കിൽ നേരം പുലരണം. ചെറിയ കവരകളിലും മറ്റും ആളുകൾ കരിയിലയും കടലാസും ഇട്ട് കത്തിച്ച് തീ കാഞ്ഞിരിക്കുന്നത് കണ്ടു. അവർ നടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും കിഴക്ക് വെള്ള കീറി തുടങ്ങിയിരുന്നു. ഇനി ഉറങ്ങാനൊന്നും നേരമില്ല. പല്ല് തേച്ച് കുളിച്ചു വരുമ്പോഴേക്കും നേരം വെളുക്കും, ജിമ്മിച്ചൻ പറഞ്ഞു. എനിക്കൊന്ന് ഉറങ്ങണം. കുഞ്ഞുമോൻ കട്ടിലിന് പുറകെ കിടന്നു. അപ്പോൾ തന്നെ ഉറക്കം പിടിക്കുകയും ചെയ്തു. ജയനും ഉറങ്ങാൻ കിടന്നു. ജിമ്മിച്ചൻ പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് വന്നപ്പോഴേക്കും കുഞ്ഞമ്മയും ഷീബയും ഉണർന്ന് ഗൃഹജോലികൾ ആരംഭിച്ചിരുന്നു. കാപ്പി കാപ്പി നല്ല ചൂടോടെ അവൻ അടുക്കളയിൽ കിടന്നു. ഞാൻ ഓർത്തു ജിമ്മിച്ചനും ഉറങ്ങാൻ കിടന്നെന്ന്. എന്തെടുക്കുമായിരുന്നു? കുഞ്ഞമ്മ ആശ്ചര്യപ്പെട്ടു. പല്ല് തേച്ചു കുളിച്ചു. ഷീബയെ കാപ്പി കൊടുക്കുക, ഞാൻ പശുവിനെ കറന്നുകൊണ്ട് വരാം. പാൽപാത്രവും വെള്ളവുമായി കുഞ്ഞമ്മ തൊഴുത്തിലേക്ക് പോയി. വോൾട്ടേജ് കുറവായതിനാൽ അടുക്കളയിൽ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. ഷീബ വേഗം കാപ്പിയെടുത്ത്
പഞ്ചസാരയിട്ട് ഇളക്കി ജിമ്മിച്ചന് കൊടുത്തു. പെരുന്നാളൊക്കെ കേമമായിരുന്നോ? അവൾ ചോദിച്ചു. ഷീബ എന്താ വരാഞ്ഞത്? എനിക്കിഷ്ടമല്ല പടക്കം പൊട്ടുന്ന ഒച്ച, ഉള്ളു കിടുങ്ങും. ഞാനും കുഞ്ഞമ്മച്ചിയും ഇന്ന് പകൽ പെരുന്നാൾ കൂടാനാ പോകുന്നേ. ഷീബ പോയിട്ട് വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്താ വാങ്ങിക്കൊണ്ട് വരിക? ഞങ്ങൾ പാവങ്ങൾ എന്തു തരാനാ? എന്തു തന്നാലും ഞാനത് സൂക്ഷിച്ചു വെക്കും. ഷീബയുടെ ഓർമ്മയ്ക്കായിട്ട്. അവൾ അവനെ ഉറ്റുനോക്കി. പിന്നെ അടുപ്പിനരികിലേക്ക് നീങ്ങി. ചെറിയ പൊട്ടലുകളോടെ വിറക് കത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് തീ അണഞ്ഞു. നിഴൽ പോലെ ഷീബ അടുപ്പിനരികെ നിൽക്കുന്നത് അവന് കാണാമായിരുന്നു. ആ സുതാര്യമായ ഇരുട്ടിൽ അവളുടെ അരികത്തേക്ക് ചെല്ലാനും അവളെ സ്പർശിക്കാനും അവൻ കൊതിച്ചു. ഷീബ കുനിഞ്ഞ് അടുപ്പിലൂതിയപ്പോൾ തീക്കനലുകൾ ജ്വലിച്ചു. അവളുടെ മുഖത്തിൻ്റെ പാർശ്വം ചുവന്നു വിങ്ങി. കുഞ്ഞമ്മ തൊഴുത്തിൽ നിന്ന് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ വിളി കേട്ട് പിൻമുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. കാപ്പി കുടിച്ച ശേഷം ജിമ്മിച്ചൻ ഉറങ്ങാൻ കിടന്നു. ചെന്തീ കനലുകളുടെ തിളക്കം ഏറ്റുവാങ്ങി നിന്ന അവളുടെ മുഖം അവൻ്റെ മനക്കണ്ണിൽ മായാതെ കിടന്നു. ഉണർന്നപ്പോൾ 10 മണി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ജിമ്മിച്ചൻ താൻ ഓരോരുത്തർക്കായി വാങ്ങിയ സമ്മാനങ്ങൾ അവരവരെ വിളിച്ച് വിതരണം ചെയ്തു. ഷീബയ്ക്ക് കിട്ടിയത് ഒരു പാക്കറ്റ് ചെറിപ്പഴവും റേഡിയം കൊണ്ട് ഇരുട്ടിലും പ്രകാശിക്കുന്ന കൊന്തയുമായിരുന്നു. നിനക്കെന്താ വാങ്ങിത്തന്നതെന്നൊന്നും കാണിച്ചേ ഷീബേ? സാലി അവളെ സമീപിച്ചു. മന്ത്രകോടിയൊന്നുമല്ല, പേടിക്കണ്ട, ജിമ്മിച്ചൻ പറഞ്ഞു. സാലി വിളറി. നിനക്കത് വേണം, ജയൻ പറഞ്ഞു. നാക്കിന് എല്ലില്ലാണ്ട് ഓരോന്ന് പറയരുത്. നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ജിമ്മിച്ചന് ഷീബയെ വേണമെന്ന് വെച്ചാൽ ഒരു മന്ത്രകോടി വാങ്ങിക്കൊടുത്തല്ലേ പറ്റൂ. പോടി എവിടുന്ന്? ജയന് ദേഷ്യം വന്നു. ഷീബയ്ക്ക് വല്ലായ്മ തോന്നി. തനിക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് ആൻറ്റിയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ജിമ്മിച്ചൻ വിചാരിക്കില്ലേ? കുഞ്ഞമ്മയും ഷീബയും കൂടി അധികം വൈകാതെ പെരുന്നാൾ കൂടാൻ പോയി. വൈകുന്നേരമാണ് അവർ മടങ്ങി വന്നത്. പെരുന്നാൾ വിശേഷങ്ങൾ പറഞ്ഞ് സന്ധ്യ വരെ അവർ വരാന്തയിലിരുന്നു. പള്ളിയങ്കണത്തിൽ വെച്ച് ഷീബയുടെ അമ്മയെ കണ്ട വിവരം കുഞ്ഞമ്മ അറിയിച്ചു. ഷീബയോട് വൈകാതെ മടങ്ങിച്ചെല്ലാൻ പറഞ്ഞിട്ടാ പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് വേണമല്ലോ മലമറിക്കാൻ, സാലി പറഞ്ഞു. രാത്രിയിൽ ഷീബ കിടക്ക വിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ ജിമ്മിച്ചൻ ചോദിച്ചു, ഷീബ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുക അല്ലേ? അമ്മ പറഞ്ഞു ചെല്ലാൻ. എന്ന് പോകും? ഈ ആഴ്ച തന്നെ പോകും. കുഞ്ഞമ്മച്ചി കൊണ്ടുചെന്ന് വിടണം. അപ്പോൾ ഞങ്ങളെ ക്ഷണിക്കുന്നില്ലേ? അവൾ വിഷണ്ണയായി നിന്നു. വിഷമിക്കേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ജിമ്മിച്ചനൊക്കെ എന്ന് പോകും? ഏതായാലും ഷീബയെ പറഞ്ഞയച്ചിട്ടേയുള്ളൂ. അവൾ പുഞ്ചിരി തൂകി. ഷീബ നല്ല പാർട്ടിയാ. പെരുന്നാളിന് പോയിട്ട് എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ. ഷീബ ഒന്നും മിണ്ടാതെ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചു. എന്നിട്ട് ജിമ്മിച്ചൻ്റെ മുമ്പിൽ വന്ന് നിന്നു. കൈ നീട്ടിക്കേ. അവൻ വലതുകരം നീട്ടി. അവൾ അവൻ്റെ കൈവെള്ളയിൽ എന്തോ വെച്ചു കൊടുത്തിട്ട് വേഗം മുറിവിട്ടിറങ്ങി. ജിമ്മിച്ചൻ അത് തിരിച്ചും മറിച്ചും നോക്കി. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത രുദ്രാക്ഷമാല, ഹൃദ്യമായ പരിമളം. കോളടിച്ചല്ലോടാ, കാണട്ടെ. കുഞ്ഞുമോൻ കൈ നീട്ടി. ജിമ്മിച്ചൻ കൊടുത്തു. ഇതിന് എന്നാ വില വരും? 10ഓ 15ഓ? കുഞ്ഞുമോൻ അത് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു. പോടാ കന്നാലി. ജിമ്മിച്ചൻ അത് പിടിച്ചു വാങ്ങി. എടാ, ലോകത്തുള്ള സകലതിനെയും നാണയത്തുട്ടുകൾ കൊണ്ട് വിലയിരുത്തരുത്. എനിക്കിപ്പോൾ ഇതിൻ്റെ വില നിർണ്ണയിക്കാൻ വയ്യ. എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുകയാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനം 10ഓ 15ഓ രൂപ കൊടുത്താൽ പെരുന്നാൾ ചന്തൽ കിട്ടുമെന്നുള്ളത് തുണി ഉടുക്കാത്ത സത്യമല്ലേടാ. ഒരുപക്ഷെ ആ 10ഓ 15ഓ രൂപ മാത്രമായിരിക്കും അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. ആ സന്മനസ്സിന് വലിയ വിലയില്ലേടാ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഓരോ തോന്നലിനും സ്വപ്നത്തിനുമൊക്കെ കോടിക്കണക്കിന് വിലയിടുന്ന നിന്നോട് എന്നാ പറയാനാ? നമുക്ക് എന്നാടാ ജിമ്മിച്ചാ തിരിച്ചു പോകേണ്ടത്? 2 ദിവസം കഴിയട്ടെ. പെരുന്നാൾ കഴിഞ്ഞില്ലേ? ഇനി എന്നാ കാണാനാ ഇവിടെ നിൽക്കുന്നേ? അവിടാണെങ്കിൽ നാട്ടുകാർ സ്വർണവും കയ്യിൽ പിടിച്ച് കുഞ്ഞുമോൻ എന്തിയേ എന്ന് ചോദിച്ച് നടക്കുക. ജിമ്മിച്ചൻ ചെന്ന് വാതിലടിച്ച് ലൈറ്റ് അണച്ച ശേഷം കിടന്നു. എടാ കുഞ്ഞുമോനെ, എനിക്കൊരു ഐഡിയ. പറഞ്ഞു. നമുക്കൊരു പിക്നിക്ക് പോയാലോ? നാളെയോ മറ്റന്നാളോ? എവിടെ? അതിന് പറ്റിയ സ്ഥലം കാണാതിരിക്കില്ല. നമുക്ക് നാളെ ജോർജ് കുട്ടിയോട് ചോദിക്കാം. പിറ്റേന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ ജയന് വലിയ ഉത്സാഹമായി. ജോർജ് കുട്ടി പല സ്ഥലപ്പേരുകളും പറഞ്ഞു. അടുക്കം, വാഗമൺ, ഇടുക്കി, തേക്കടി. ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. ഇലവീഴ പൂഞ്ചിറ. അതെവിടെയാ? മൂലമറ്റത്തിനടുത്ത്, കൊടയത്തൂർ മലകൾക്ക് മുകളിൽ. അവിടെ സന്ദർശകർ പോകാറുള്ളതാ. രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചെത്തുകയും ചെയ്യാം. ജോർജ് കുട്ടി വിശദീകരിച്ചു. ഇലവീഴ പൂഞ്ചിറ കേൾക്കാൻ തന്നെ ഭയങ്കര സുഖമാണല്ലോ. ആരിട്ടു ഈ സുന്ദരൻ പേര്? പേര് പോലെ സ്ഥലം നന്നാകണമെന്നില്ല, കൊച്ചേട്ടൻ പറഞ്ഞു. സ്ഥലം മരുഭൂമി ആയിക്കോട്ടെ, എന്നാലും ആ പേര് മതിയല്ലോ, കവിത പോലെ. ജിമ്മിച്ചനത് നന്നേ രസിച്ചു. അവിടേക്ക് പോകാമെന്ന് തീരുമാനമായി. നാളെ തന്നെ. എല്ലാവരും കൂടി വേണം പോകാൻ. ജിമ്മിച്ചൻ്റെ കാറിന്
പുറമെ ഒരു ടാക്സി ജീപ്പ് കൂടി വിളിക്കേണ്ടി വരും. ചിലവെല്ലാം ജിമ്മിച്ചൻ വഹിക്കും. എല്ലാം ഏർപ്പാടാക്കി. പിറ്റേന്ന് പുലർച്ചയ്ക്ക് കാറിലും ജീപ്പിലുമായി അവർ പുറപ്പെട്ടു. പ്രഭാത ഭക്ഷണം വണ്ടിയിൽ കരുതിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം പിക്നിക് സ്പോട്ടിൽ പാചകം ചെയ്യാനാണ് പദ്ധതി. മേലുകാവിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം ജീപ്പും കാറും നിർത്തി. ഇനി വണ്ടി പോകാത്ത വഴിയാണ്, നടക്കുകയേ തരമുള്ളൂ. ജീപ്പും കാറും നോക്കേണ്ട ചുമതല ടാക്സി ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് അവർ സാധനങ്ങളുമായി മല കയറാൻ തുടങ്ങി. ഇരുഭാഗത്തുമുള്ള മലകളെ ചൂണ്ടി ജോർജ് കുട്ടി പറഞ്ഞു, അത് കൊടയത്തൂർ മല, അത് ഹിഡുമ്പൻമേട്. മറ്റൊരു പിക്നിക് സംഘം മുമ്പേ നീങ്ങുന്നുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബ ബാച്ച്. പൂവരണിക്കാരൻ സ്കറിയായ കുടുംബവും ജിമ്മിച്ചനും സംഘവും അവരോടൊപ്പം ചേർന്നു. അവർ മുമ്പും പൂഞ്ചിറയിൽ വന്നിട്ടുണ്ട്. പൂഞ്ചിറയാറ്റിനരികിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് സ്കറിയയാണ് നിർദ്ദേശിച്ചത്. ആരെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു നീരൊഴുക്ക്. എല്ലാവരും കല്ലിലും പുല്ലിലുമൊക്കെയായിരുന്ന് ഭക്ഷണപ്പൊതികൾ അഴിച്ചു. ജിമ്മിച്ചൻ അല്പം ഭക്ഷണം കഴിച്ചിട്ട് വേഗം എഴുന്നേറ്റു. അവൻ ക്യാമറ കരുതിയിരുന്നു. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ അവൻ ക്യാമറയിൽ പകർത്തി. കുഞ്ഞുമോൻ കൈ കഴുകി എഴുന്നേറ്റപ്പോൾ അവൻ ക്യാമറ കുഞ്ഞുമോനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഷീബയുടെ അരികിൽ ചെന്നിരുന്നു. ഞങ്ങളെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേടാ, കണ്ടാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നണം. ജിമ്മിച്ചൻ വിളിച്ചു പറഞ്ഞു. ഷീബ ചമ്മി. അപ്പനും മകളുമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ എടുത്തേക്കാമെടാ. കുഞ്ഞുമോൻ്റെ കമൻറ്റ് കേട്ട് അടുത്ത നിമിഷം അവൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. നോവൽ നാളെ വീണ്ടും തുടരും.